വൈഫിന് ജോലി ഇല്ലെങ്കിലേ അവര് ചോദിക്കാതെ തന്നെ ഒരു പോക്കറ്റ് മണി കൊടുക്കും. ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ വീട്ടു ചെലവിന് വേണ്ടി കൊടുക്കുന്ന ഒരു പൈസയല്ല, നിങ്ങളുടെ വൈഫിന്റെ ഒരു പേഴ്സണൽ എക്സ്പെൻസസിന് വേണ്ടി സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾ കൊടുക്കുന്ന ഒരു ചെറിയ എമൗണ്ട്. അപ്പൊ നിങ്ങൾ ചോദിച്ചേക്കാം, എന്റെ വൈഫിന് എന്ത് വേണമെങ്കിലും ഞാൻ വാങ്ങിക്കൊടുക്കുമല്ലോ, പിന്നെ അവൾക്ക് സെപ്പറേറ്റ് ആയിട്ട് പൈസയുടെ ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ അവൾക്ക് എന്തിനാ എന്നോട് ചോദിക്കാൻ മടി? പക്ഷെ പല സ്ത്രീകളും പറഞ്ഞു കേൾക്കാറുള്ള ഒരു കാര്യമുണ്ട്, എന്റെ ഹസ്ബൻഡ് എത്ര വേണമെങ്കിലും എനിക്ക് വേണ്ടി ചെലവാക്കും, അതിനൊന്നൊരു മടിയില്ല. പക്ഷെ എന്താണെന്നറിയോ, എന്റെ ചെറിയ ചെറിയ ഓരോ കാര്യങ്ങൾക്കും വേണ്ടി എന്റെ ഹസ്ബൻഡിന്റെ അടുത്ത് ഇങ്ങനെ ചെന്ന് ചോദിക്കാൻ എനിക്കൊരു മടിയാണ്. അപ്പോ എന്ത് ചെയ്യും അവരുടെ ചെറിയ ചെറിയ പല ആഗ്രഹങ്ങൾ അവർ കോംപ്രമൈസ് ചെയ്യും. ചിലപ്പോൾ ഒരു ചെറിയ സാധനം വാങ്ങുന്നതോ ഇങ്ങോട്ടെങ്കിലും പോകുന്നതോ അതൊക്കെ ആയിരിക്കാം. ഇത് സ്ത്രീകൾക്ക് വേണ്ടി മാത്രമല്ല ഞാൻ പറയുന്നത് കേട്ടോ. ഇപ്പൊ ഹസ്ബൻഡ്സ് ഫൈനാൻഷ്യലി ഡൗൺ ആയി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്, അല്ലെങ്കിൽ ജോലി ഇല്ലാതൊക്കെ നിൽക്കുന്ന സാഹചര്യമാണെന്നുണ്ടെങ്കിൽ അവിടെ വൈഫ്സ് സപ്പോർട്ട് ചെയ്യേണ്ടത് വളരെ നിർബന്ധമാണ്. ചില ഹസ്ബൻഡ്സ് വൈഫ്സ് ചോദിക്കാതെ തന്നെ അവരെ കൺസിഡർ ചെയ്ത് അവർക്ക് വേണ്ട ഒരു എമൗണ്ട് കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ പല വൈഫ്സും അതുപോലെ ഹസ്ബൻഡ്സിന് വേണ്ടി ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പലപ്പോഴും മാരേജിലെ അതിന്റെ ഒരു ഓവറോൾ ഇമ്പാക്ട് എന്ന് പറയുന്നത് വളരെ വലുതാണ്. കാരണം എന്താണെന്നറിയോ, അവിടെ നിങ്ങൾ കൊടുക്കുന്ന എമൗണ്ട് എത്രയാണ് എന്നുള്ളതിലല്ല കാര്യം. നിങ്ങളുടെ പാർട്ട്ണറിനെ നിങ്ങൾ കണ്ടറിയുന്നു, അവരെ കൺസിഡർ ചെയ്യുന്നു എന്നുള്ളൊരു ഫീലിംഗ് ആണ് അവിടെ നിങ്ങളുടെ പാർട്ട്ണറിന് നിങ്ങൾ കൊടുക്കുന്നത്. അതാണ് അവിടുത്തെ കാര്യം.